Dear students, welcome to a new class on second degree equations. That is the fourth class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് കാണാനുള്ള ഫോർമുല ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ax² + bx + c = 0 എന്ന രീതിയിലേക്ക് ഏത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. Therefore, the general form of a second degree equation will be ax² + bx + c = 0. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ its solutions will be in the form of x = -b ± √b² - 4ac all divided by 2a. നമുക്ക് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. സി, ഇത് അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദി ക്വസ്റ്റ്യൻ. Length of a rectangle is 5 cm more than its breadth. If its area is 300 square centimeter, find its dimensions. ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അതിൻ്റെ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഇസ് 5 cm മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത്. അപ്പോൾ നമ്മൾ ആദ്യം ഇക്വേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ ബ്രെഡ്ത്ത് ബി എക്സ്, ലെറ്റ് ഇങ്ങനത്തെ പ്രോബ്ലത്തിൽ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒന്നിനെ സപ്പോസ് ചെയ്യണം. ലെറ്റ് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു എക്സ്. ബ്രെഡ്ത്തിനെ എക്സ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് അതിനേക്കാൾ 5 cm കൂടണം. ലെങ്ത് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5. ഇറ്റ് ഈസ് സെറ്റ് ദി ഏരിയ ഈസ് 300 സ്ക്വയർ സെൻറ്റിമീറ്റർ. ദെയർഫോർ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 300. നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ax² + b അതിൽ ax² + bx + c = 0 എന്ന ഫോമിലേക്ക് കൊണ്ടുവരണം അതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് x ഇൻറ്റു എക്സ് വിൽ ബി x² പ്ലസ് x ഇൻറ്റു 5 വിൽ ബി 5x is equal to 300 can be taken as minus 300 equal to 0. Now it is in the general form. See, ax² + bx + c equal to 0 എന്ന ഫോമിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവന്നു. x², ax², here it is 1x² plus bx, that is 5x plus c, that is minus 300 is equal to 0. നമുക്ക് എഴുതി നോക്കാം. a is equal to, there it is 1. ഇവിടെ a 1 ആണ്, b എന്ന് പറയുന്നത് 5 ആണ്, b is equal to 5. Then c is equal to, what about c? It is minus 300. c is equal to minus 300. On applying the formula, x is equal to minus b plus or minus root of b² minus 4ac whole divided by 2a. If we apply these values here, it will be minus. Without looking here, we have to first write this minus symbol here. Perhaps here b can be another minus symbol there, but here it is positive. Therefore, b is equal to 5. Right here it is 5 plus or minus root of b². What about b²? b² mean here it is 5² 5² minus 4 into, what about a? a is 1, c is minus 300. a is 1 and c is minus 300. Write it as minus 300 in a small bracket, just to make us aware that it is to be multiplied. Divided by 2a. 2a, that is 2 into 1 it is. 2 into 1, or simply write 1. Now minus 5. Minus 5 plus or minus root of 5² is 25. Now these two minus on multiplication, it will be plus. 4 times 300 will be 1200. It will be plus 1200 whole divided by 2. That's equal to minus 5 plus or minus root of 1225. 1225 divided by 2. That's equal to, this one can be written as minus 5 plus or minus. Now see which number gives a square 1225. 1225 square തരുന്ന നമ്പർ 30² നമുക്കറിയാം 900 ആണ്, 40² 1600 ആണ്. അപ്പോൾ 13ന്റെ സ്ക്വയർ, സി ഇങ്ങനെ ആലോചിക്കേണ്ടത് ഇങ്ങനെയാണ്. 13ന്റെ സ്ക്വയർ 900 ആണെന്ന് അറിയാം, 14ന്റെ സ്ക്വയർ 1600 ആണ്. അപ്പം 900ന്റെ സ്ക്വയർ റൂട്ട് 30 ആണ്, 1600ന്റെ സ്ക്വയർ റൂട്ട് 40 ആണ്. അതായത് ഈ 1225 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമ്പറിൻ്റെ ഇടയിലാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എവിടെ ഉണ്ടാകണം?
ഈ 13ൻ്റെയും 14ൻ്റെയും ഇടയിലാണ്. 13ൻ്റെയും 14ൻ്റെയും ഇടയിൽ ഇവിടെ 5 വരുത്തുന്ന ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ അത് 35 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 35 ആണോ എന്ന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 35 ഇൻറ്റു 35 ഓൺ മൾട്ടിപ്ലിക്കേഷൻ യു ക്യാൻ സീ ഇറ്റ് ഈസ് 1225 ഇറ്റ് ഈസ്. അപ്പോൾ നമുക്കൊരു ട്രയൽ ആൻഡ് എററിലൂടെ ചിന്തിച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള വാല്യൂസ് നിങ്ങൾ ആലോചിച്ചാൽ കിട്ടുന്ന വാല്യൂസ് എനിക്ക് ഇവിടെ തരുള്ളൂ. Therefore it will be now 35. 1225 into square root, or which number gives the square 1225? It is 35 divided by 2. That's equal to minus 5 plus or minus 5 plus c. രണ്ട് ആൻസർ നമുക്ക് അവിടെ പ്രതീക്ഷിക്കുകയാണ്. ഏതൊക്കെയാണ് ആൻസർ? ഒന്ന് -5, one is -5 plus 35 by 2. The other is -5 minus 35 by 2 എന്നാണ്. That's equal to -5 plus 35. -5 plus 35. 35 minus 5 will be 30 by 2 will be 15. Okay, sorry, -5 plus 35. 35 minus 5 will be 30 by 2 will be 15 is one answer. The other -5 minus 35 will be -40. -40 by 2 will be -20. -20. And so when we solve a second degree equation, we will get two values there that are 15 and -20. This x has two values, -15 and -20. But x is the breadth of the rectangle. It cannot be negative. And so negative value is not acceptable here. Negative value not acceptable here. ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല. ചില സമയത്ത് നമുക്ക് രണ്ട് വാല്യൂ സ്വീകരിക്കാൻ പറ്റുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. Here negative value is not acceptable as it is the breadth of the rectangle. Therefore the breadth is 15 alone. Breadth is equal to 15. Breadth is equal to 15. Therefore length should be 5 centimeter more. It is 5 centimeter more than that. Therefore it will be 20 centimeters. Each one are centimeters like that. And so we have come to the answer. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് ഫോർമുല ഉപയോഗിച്ചിട്ട് ഇത് നമ്മൾ ബൈഹാർട്ട് ആകേണ്ടതാണ്. നമ്മൾക്ക് ഇത് ബൈഹാർട്ടായി മാറണം. ഈ ഇക്വേഷൻ കൂടുതൽ പ്രോബ്ലംസ് ചെയ്തിട്ട് ഇത് ബൈഹാർട്ടാകുക ചെയ്യേണ്ടത്. ഇത് ഡിറൈവ് ചെയ്ത് വന്നത് നമ്മൾ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ടാക്കിയെടുത്തത്. Anyway, when we solve a second degree equation, there will be two solutions. At some instance, one solution cannot be accepted. Here it is not accepted, and so there exists only one solution. അപ്പോൾ രണ്ട് സൊല്യൂഷൻസ് നമുക്ക് ഇവിടെ കിട്ടി. അതിൽ ഒന്ന് നമുക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം ഇവിടെ എഴുതുക. You can write these much steps as its answer in your notebook. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. read the second question. Find the solutions of the second degree equation x square plus 6x plus 9 is equal to 0. ഇവിടെ ഇക്വേഷൻ നേരിട്ട് തന്നിട്ടാണ്, നമ്മൾ ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. ഇക്വേഷൻ അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. We are asked to find out the solutions of this equation. ഈ ഓരോ ചോദ്യത്തിലും ഓരോരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ശ്രദ്ധിക്കുകയാണ്. Here the solutions of the second degree equation. നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറയാം? ഇവിടെ a is equal to ഈ ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ a എന്ന് പറയുന്നത് 1 ആണ്. ax square plus bx plus c എന്ന ഫോമിലാണ്. a is equal to 1, b is equal to 6, c is equal to 9 it is. Therefore x is equal to minus b plus or minus root of b squared minus 4ac whole divided by 2a can be written as minus b. Minus നമ്മൾ എഴുതുക. b is equal to 6 plus or minus root of b squared. b squared is 6 squared minus 4 into a, it is 1 into c, that's equal to 9 whole divided by 2a will be 2 into 1, that's equal to minus 6 plus or minus root of 6 square is 36 minus 4 times 1 into 9 will be again 36 divided by 2, that's equal to minus 6 plus or minus root of 36 minus 36 will be 0, root 0 divided by 2, that is equal to minus 6 plus or minus square root of 0, which number gives the square 0, that is 0 again by 2 എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ -6ലേക്ക് ഒന്നും ആഡ് ചെയ്യേണ്ടതുമില്ല,
+0 എന്ന് പറയുമ്പോൾ 0 ആഡ് ചെയ്യുക എന്ന് പറയുന്നത് ആഡ് ചെയ്തിട്ട് കാര്യമില്ല. -0 എന്ന് പറയുന്നത് സബ്സ്ട്രാക്ട് ചെയ്തിട്ടും കാര്യമില്ല. എന്ന് പറഞ്ഞാൽ 6ലേക്ക് ഒന്നും ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഇല്ല. അപ്പോൾ അവിടെ ആകെ അവസാനിക്കുന്നത് -6/2. That what we see there here only one solution is there, that is -3. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ only one solution is there, that is -3. അതാണ് ഈ ഇക്വേഷൻ്റെ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് തന്നതിൻ്റെ ഉദ്ദേശം ഒരു സൊല്യൂഷൻ മാത്രമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ, നമുക്ക് 2 സൊല്യൂഷൻസ് ഉണ്ട്. ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന 2 സൊല്യൂഷൻസ് ഉണ്ട്. ബട്ട് അക്കോർഡിംഗ് ടു ദി കോണ്ടെക്സ്റ്റ് വി വിൽ ആക്സെപ്റ്റ് ഓൺലി വൺ. റെഡി? അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് തമ്മിലുള്ള മാറ്റം ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ ഇതിന് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. ഞാൻ ഈ ഫോർമുല അപ്ലൈ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം. ബിക്കോസ് ഇത് ഇങ്ങനെ തന്നെ ഇത് തന്നെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ നേരെ നമുക്ക് കംപ്ലീറ്റിംഗ് ദി സ്ക്വയറിൽ ഉപയോഗിച്ച് അതേ കാര്യം ഇതിന് a+b² എക്സ്പാൻഡ് ചെയ്ത് വെച്ചാൽ നേരെ തന്നെ എങ്ങനെ എഴുതായിരുന്നു? ഇറ്റ് ഈസ് x+3² എഴുതിക്കൂടെ? x+3² = 0 എന്ന് എഴുതാം. ഇത് x+3² എക്സ്പാൻഡഡ് ഫോമാണ്. x+3² = 0. x+3 അതായത് x+3² = 0 എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന്റെ സ്ക്വയർ 0 ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ നമ്പർ 0 ആയതുകൊണ്ടല്ലേ. ഒരു നമ്പറിന്റെ സ്ക്വയർ കണ്ടപ്പോൾ 0 കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്പർ തന്നെ 0 ആണെന്നാണ്. x+3 0 മീൻ x = -3 എന്നുള്ള ആൻസർ ഇത്ര എഴുതാനേ ഉള്ളൂ. ഇതിൻ്റെ ആൻസർ വളരെ എളുപ്പത്തിൽ കിട്ടും. നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കാൻ കാരണം ഇനി ഒരു നിയമം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസ് കാണുമെന്ന് പറഞ്ഞാൽ യു ക്യാൻ ഡു ഇറ്റ് ഇൻ ദിസ് വേ ഓർ ഇൻ ദിസ് വേ, നോ മാറ്റർ ഇറ്റ് ഈസ്. Now you see, when we solve this equation, there exists only one solution. അതാണ് ഇപ്പോൾ നമ്മൾ എഴുതിയത്. നമ്മളൊരു ചോദ്യം കൂടി കാണാണ്. See the question. ഈ ക്വസ്റ്റ്യൻ കൂടി കണ്ടോളൂ. Is there a rectangle with a perimeter 24 cm and area 40 cm²? Is there a rectangle with a perimeter 24 cm and area 40 cm²? പെരിമീറ്റർ 24 ആയിട്ടും ഏരിയ 40 cm ആയിട്ടും ഒരു റെക്റ്റാങ്കിൾ ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. സി പെരിമീറ്റർ, ഇതിനെ ലെങ്ത് എന്ന് വിളിക്കാം. ഇത് ലെങ്ത്, ഇത് ബ്രെഡ്ത്ത് അല്ലേ. ഈ ലെങ്ത് = x ആണെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. പെരിമീറ്റർ 24 ആയിട്ടും ഏരിയ 40 ആകണം. ഇഫ് പെരിമീറ്റർ നമുക്ക് എഴുതാം. പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താ? 2 ടൈംസ് ഓഫ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് അല്ലേ. ഇത് ലെങ്ത്തും ബ്രെഡ്ത്തും ആണെങ്കിൽ 2 ടൈംസ് ഓഫ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് = 24. Therefore L+B എന്താകണം? 2 ടൈംസ് ആണ് 24. അപ്പോൾ 1 L+B will be 24/2 will be 12 എന്ന് എഴുതാം. അതുകൊണ്ട് if length is equal to x, breadth is equal to രണ്ടും കൂടി 12 ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ചേർന്ന് 12 ആണ്. അതിൽ ഒന്നിനെ x എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ മറ്റത് ഒന്ന് x ആണെങ്കിൽ മറ്റത് 12ൽ നിന്ന് x മൈനസ് ചെയ്താൽ നമുക്ക് പറയാം. ഓക്കെ, therefore it is said area is equal to 40. ഏരിയ is equal to 40 എന്ന് തന്നിട്ടുണ്ട്. ഇനി അത് അപ്ലൈ ചെയ്യുമ്പോൾ x × 12 - x is equal to 40 എന്ന് കിട്ടും അല്ലേ. അതിനെങ്ങനെ നമുക്ക് എഴുതാം? 12x - x² is equal to 40 കിട്ടും. നമുക്ക് ആദ്യം x² ഉള്ളത് എഴുതിയിട്ടാണ് നമുക്ക് പരിചയമുള്ളത്. അപ്പോൾ അതിന് ആദ്യം എഴുതുകയാണെന്നുണ്ടെങ്കിൽ x² അല്ല, അവിടെ ഉള്ളത് -x² ആണ്. -x² + 12x, ഓക്കെ, +12x is equal to 40 എന്നുണ്ട് അല്ലേ. ഇത് നമ്മൾ ആദ്യം എഴുതി -x² + 12x is equal to 40. ഈ മൈനസ് ഇവിടെ പാടില്ല. മൈനസ് നമ്മളിവിടെ ഇഷ്ടപ്പെട്ടില്ല. മൈനസ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഇറ്റ് വിൽ ബി x² -12x + 12xനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12x ആവും. is equal to 40നെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി -40. സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ -40നെ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റായ 12ൻ്റെ ഹാഫ് ഇവിടെ ആഡ് ചെയ്യും, അത് അവിടെ ആഡ് ചെയ്യും, അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ എന്ന മെത്തേഡിൽ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ ചെയ്യാം. എക്സിൻ്റെ കോഎഫിഷ്യൻ്റായ 12 -12ൻ്റെ ഹാഫ്, ദറ്റ് ഈസ് 6 -6, അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6² തന്നെ 36 ഇവിടെ ആഡ് ചെയ്യും. ദാറ്റ് വിൽ ബി ആഡഡ് ടു ദ റൂട്ട്. സോ ആ രീതിയിലാണ് നമ്മൾ ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്
സ്റ്റാൻഡേർഡ് ഫോമിലാക്കിയിട്ട് അതിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യണം. സൊല്യൂഷൻസ് കാണാനുള്ള ഫോർമുല അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ -40 ഇക്വേഷൻ്റെ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇറ്റ് വിൽ ബി x² - 12x + 40 = 0 എന്നാവും. ഇവിടെ a = 1 ആണ്, b -12 ആണ്, c = 40 ആണ്. അപ്പോൾ ഇക്വേഷൻ ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ x = -b ± നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരണം. ഇത് എൻ്റെ കൂടെ നിങ്ങളിത് പറയണം. -b ± √b² - 4ac whole divided by 2a. This formula should be by hearted. Okay, -b minus it is in this formula there is a minus. Now see the b is again a -12. Therefore -12 ± √b², that is -12ന്റെ സ്ക്വയർ ആണ്. -12ന്റെ സ്ക്വയർ എന്ന് എഴുതുന്നതും 12ന്റെ സ്ക്വയർ എന്ന് എഴുതുന്നതും ഒരേ ഇഫക്റ്റ് ആവുള്ളൂ. ഓക്കെ, നെഗറ്റീവിന്റെ സ്ക്വയർ ആണെങ്കിലും പോസിറ്റീവിന്റെ സ്ക്വയർ ആണെങ്കിലും പോസിറ്റീവ് ആയിക്കോളും. ഇനി -4 into what about a is 1, what about c, that is 40 whole divided by 2a, 2 into 1, that's equal to -12 will be 12 ± രണ്ട് നെഗറ്റീവ് -12 will be -12ന്റെ മൈനസ് എന്ന് പറയുന്നത് +12 ആയി, ± -12ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ +12ന്റെ സ്ക്വയർ തന്നെയാണ്. അത് 144 ആണ്. സി 144 minus 4 times 1 into 40, 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കാര്യമില്ല. 4 times 40 will be 160 -160 whole divided by 2a, 2 into 1 is 2, that's equal to 12 ± root of, what about 144 minus 160, 144 minus 160, ഇത് ചെറുതാണ്, അത് നെഗറ്റീവ് ആണ് കിട്ടുക. ഓക്കെ, that is -16 divided by 2. എന്താ ഇവിടെ നമുക്ക് പറയാനുള്ളത്? സി നമുക്കിവിടെ എന്താ പറയാനുള്ളത്? ശ്രദ്ധിക്കുക, -16 is -16 divided by 2. ഇവിടെ നമുക്ക് എന്താ പറയാനുള്ളത്? -16ന്റെ സ്ക്വയർ റൂട്ട്, -16ന്റെ സ്ക്വയർ റൂട്ട്, √4 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിച്ച് നമ്പർ ഗീവ്സ് സ്ക്വയർ 4 എന്നാണ്. നമ്മൾ 2 എഴുതും. വിച്ച് നമ്പർ ഗീവ്സ് സ്ക്വയർ 9 നമ്മൾ 3 എഴുതും അല്ലെ. എന്ന പോലെ വിച്ച് നമ്പർ ഗീവ്സ് സ്ക്വയർ -16, ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് -16, ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് -16. ഒരു നമ്പറിന്റെ സ്ക്വയർ കണ്ടപ്പോൾ -16 ആകണമെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവോ നെഗറ്റീവോ ആയ നമ്പർ ആകണ്ടേ. പോസിറ്റീവായ നമ്പർ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ കണ്ടാൽ പോസിറ്റീവ് കിട്ടാൻ പാടുള്ളൂ. അങ്ങനെ ഒരു നമ്പർ നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് -16 ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതൊരു നെഗറ്റീവായ നമ്പർ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ കണ്ടാലും പോസിറ്റീവ് കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ റൂട്ട് ഒരു നെഗറ്റീവോ പോസിറ്റീവോ ആയ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് അങ്ങനെ ഒരു പോസിറ്റീവോ നെഗറ്റീവോ ആയ ഒരു നമ്പർ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ സ്ക്വയർ കണ്ടാൽ വീണ്ടും പോസിറ്റീവേ ആകാൻ പാടുള്ളൂ. നെഗറ്റീവിന്റെ സ്ക്വയർ റൂട്ട് ഒരിക്കലും നമുക്ക് കിട്ടില്ല. എന്ന് പറഞ്ഞാൽ എന്താ, ഈ 12ലേക്ക് ആഡ് ചെയ്യണം പ്ലസ് എ നമ്പർ, 12ൽ നിന്ന് ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്യണം. അതിന് രണ്ടിനും പറ്റുന്ന ഒരു നമ്പർ ഇവിടെ കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ സൊല്യൂഷൻ ഇല്ല. എന്ന് പറഞ്ഞാൽ ഏരിയ 40യും പെരിമീറ്റർ 24ഉം ആകുന്ന ഒരു റെക്റ്റാങ്കിൾ നിലവിലില്ല. Therefore no solution, no solution. Therefore such a rectangle doesn't exist. അങ്ങനെ ഒരു റെക്റ്റാങ്കിൾ അപ്പോൾ എക്സിസ്റ്റ് ചെയ്യണില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കണ്ടത്? Here we see when we solve a second degree equation there exists no solution. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയമം പറയാൻ പോവുക. അതിന് മുമ്പ് നിങ്ങൾ ഈ പ്രോബ്ലം എഴുതുക. ഈ സ്റ്റെപ്സ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. നമ്മൾ ഇവിടെ പുതിയൊരു ടേം പരിചയപ്പെടുകയാണ്, ഡിസ്ക്രിമിനന്റ്. What is discriminant? ശ്രദ്ധിക്കുക, ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക്, ഇന്ന് ചെയ്ത ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് ഞാൻ പോവാണ്. അവിടെ b² - 4ac എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണാം. b²
ബി സ്ക്വയർ മൈനസ് 4s. ആ ബി സ്ക്വയർ മൈനസ് 4sൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇവിടെ 35 ആണ് അല്ലേ. ഈ സ്ക്വയർ റൂട്ടിനുള്ളിൽ 1 2 2 5 വന്നു, അത് 35 ആണ്. ബി സ്ക്വയർ മൈനസ് 4sൻ്റെ വാല്യൂ ആയിട്ട് 35 കിട്ടിയത് കൊണ്ട് -5 35 ആഡ് ചെയ്യണം, -5 നിന്ന് 35 സബ്ട്രാക്ട് ചെയ്യണം. അവ രണ്ട് പ്രശ്നങ്ങളുണ്ട്, ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. ദെർഫോർ വി ഗെറ്റ് 2 ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ദർ. ബി സ്ക്വയർ മൈനസ് 4s പോസിറ്റീവ് ആയതുകൊണ്ടാണ് സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റിയത്. പോസിറ്റീവ് ആണെങ്കിൽ സ്ക്വയർ റൂട്ട് എടുത്താൽ രണ്ട് വാല്യൂസ് കൂടെ ഇതേപോലെ വരും. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4sൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഒരു സ്ക്വയർ റൂട്ട് കിട്ടും. അത് ഒരുപക്ഷെ എപ്പോഴും ഇതേപോലെ ഇൻറ്റിജർ കിട്ടിക്കൊള്ളുന്നില്ല, ഒരു ഡെസിമലൊക്കെ ആയേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദർ വിൽ ബി സംതിങ് ടു ബി ആഡഡ് വിത്ത് ദിസ് വൺ ആൻഡ് ഇറ്റ് ഷുഡ് ബി സബ്ട്രാക്റ്റഡ് അല്ലേ. ഈ -bയിലേക്ക് ഈ പോസിറ്റീവ് വാല്യൂ ആഡ് ചെയ്യണം, -bയിലേക്ക് ഈ പോസിറ്റീവ് വാല്യൂ, -bയിൽ നിന്ന് ആ പോസിറ്റീവ് വാല്യൂ സബ്ട്രാക്ട് ചെയ്യണം. എങ്ങനെ ചെയ്താലും ഒരു രണ്ട് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് വിൽ ബി ദർ. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4s ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും. രണ്ടാമത്തെ പ്രോബ്ലത്തിൽ, ഇന്ന് ചെയ്ത രണ്ടാമത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടത് എന്താ, അവിടെ ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ ആയിട്ട് നമുക്ക് 0 ആണ് കിട്ടുന്നത്. 0 കിട്ടിയത് കൊണ്ട് -6ലേക്ക്, അതായത് -bയിലേക്ക് ഒന്നും ആഡ് ചെയ്യേണ്ടതുമില്ല, -bയിൽ നിന്നും ഒന്നും സബ്ട്രാക്ട് ചെയ്യാനില്ല, ബിക്കോസ് ഇറ്റ് ഈസ് 0. അപ്പോൾ എന്തായി മാറി, പ്ലസ് ഓർ മൈനസിൻ്റെ ഭാഗം ഇല്ല, ഓൺലി -6/2 എന്ന് പറയുന്ന ഈ സിംഗിൾ സൊല്യൂഷൻ ഇസ് ദർ. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ ഓൺലി വൺ സൊല്യൂഷൻ വിൽ ബി ദർ. നൗ സീ ദി തേർഡ് ക്വസ്റ്റ്യൻ. അവിടെ നമ്മൾ ബി സ്ക്വയർ മൈനസ് 4sൻ്റെ വാല്യൂ, ബി സ്ക്വയർ മൈനസ് 4sൻ്റെ വാല്യൂ ആയിട്ട് അവസാനം നമുക്ക് കിട്ടിയതൊരു നെഗറ്റീവ് നമ്പറാണ്. നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് സൊല്യൂഷൻ എടുക്കാൻ പറ്റുന്നില്ല, സൊല്യൂഷൻ ഇല്ലാതായി പോയതുകൊണ്ട് അതിൻ്റെ അർത്ഥം ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് ആയതുകൊണ്ടാണ് സൊല്യൂഷൻ ഇല്ലാതെ പോയത്. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ we can't get a square root of that negative number, that means no solution is there. And so we tell that b square minus 4ac has the power to determine whether there should be two solutions for the second degree equation or there should be one solution or no solution. All this one is determined by this part b square minus 4ac. In other words, it has the discriminating power whether the second degree equation need to be given two different solutions or one solution or no solution. ഈ ബി സ്ക്വയർ മൈനസ് 4sൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കണ്ട പ്രോബ്ലത്തിൽ രണ്ട് സൊല്യൂഷൻ ഉണ്ടാവോ, ഒരു സൊല്യൂഷനേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ പോലും ഇല്ലേ എന്നൊക്കെ വരുന്നത് ഈ ബി സ്ക്വയർ മൈനസ് 4sൻ്റെ ബേസ് ചെയ്തിട്ടാണ്. ദെയർഫോർ അപ്പോൾ നമുക്കിപ്പോൾ കണ്ടത് എന്താണ്, ബി സ്ക്വയർ മൈനസ് if in ax squared plus bx plus c is equal to 0, if b square minus 4ac greater than 0 ആണെങ്കിൽ നമുക്ക് എന്താ കണ്ടത്, two different solutions are there. അത് തന്നെ if b square minus 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ, അപ്പോൾ ഈക്വൽ ടു 0 ആണെങ്കിൽ ഓൺലി വൺ സൊല്യൂഷൻ. ഇഫ് ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നോ സൊല്യൂഷൻ. അതായത് discriminant, this b square minus 4ac is called as the discriminant because if its value is greater than 0, two different solutions are there. നമ്മൾ കണ്ടു, if b square minus 4ac equal to 0, only one solution is there. If b square minus 4ac less than 0, no solution is there. Therefore, if in an equation ax square plus bx plus c equal to 0, the number of solutions of that second degree equation depend on the value of b square minus 4ac. Its value determine whether there should be two solutions, one solution or no solution for the second degree equation, and so this b square minus 4ac is called as the discriminant of a second degree equation. And so in a second degree equation ax square plus bx plus c is equal to 0, b square minus 4ac is called as the discriminant. Okay, you can write down this discriminant, and discriminant is b square minus 4ac. b square minus 4ac നെ ആണ്
ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ നോട്ടിൽ എഴുതി വെക്കുക. നൗ യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് എ ഡിസ്ക്രിമിനന്റ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഏതാനും പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ഞാൻ തരാം. നിങ്ങൾക്ക് ഏത് രീതിയിൽ അതിൻ്റെ ആൻസർ ചെയ്യാം. അതായത് നിങ്ങൾ ഇപ്പോൾ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് ആദ്യം നമ്മൾ പറഞ്ഞ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് നമ്മൾ പറഞ്ഞ ഫോർമുല ഉപയോഗിച്ചിട്ട്, ആ ഫോർമുല കൊണ്ടുവന്നതും കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അപ്പം ഫോർമുല ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് ആണ്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. ഇത് നിങ്ങൾക്ക് ബാക്കി നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം. ഓക്കെ, സീ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The product of a number and two more than that is 168. The product of a number and two more than that is 168. What are the numbers? അപ്പോൾ എന്താ പറയുന്നത്? ഒരു നമ്പറും അതിനേക്കാൾ രണ്ട് കൂടുതലുള്ള മറ്റൊരു നമ്പറിൻ്റെ പ്രോഡക്റ്റ് 168 ആണ്. അപ്പോൾ എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യാം? ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് ദി നമ്പർ ബി. ഒന്നാമത്തെ ആൻസർ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ലെറ്റ് one number be x, then the other will be, then the other is equal to x plus 2. It is said their product is 168. X into x plus 2 is equal to 168. That is x square plus 2x is equal to 168. നിങ്ങൾക്ക് ഈ 168നെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് എക്സ് സ്ക്വയർഡ് പ്ലസ് 2x മൈനസ് 168 ഈസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ കണ്ടാൽ ഇറ്റ് ഈസ് ഇൻ ദി സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ദർ യു ക്യാൻ അപ്ലൈ സെക്കൻഡ് ഡിഗ്രി ഫോർമുല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഫോർമുല ഒന്നും അപ്ലൈ ചെയ്യാതെ നേരിട്ട് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡിലേക്ക് പോവുകയാണ് ഏറ്റവും എളുപ്പം. എങ്ങനെയാണത്? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്, അതിൻ്റെ ഹാഫ് 1 ആണ്, അതിൻ്റെ സ്ക്വയർ 1 സ്ക്വയർ ഇവിടെ ആഡ് ചെയ്താൽ ദിസ് വിൽ ബി എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. അപ്പോൾ അവിടെ 168 പ്ലസ് 1 വിൽ ബി 169. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 169. ദെർഫോർ എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു റൂട്ട് 169. ഇറ്റ്സ് ഈക്വൽ ടു 13. എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 13. യു ക്യാൻ കാൽക്കുലേറ്റ് എക്സ്. ആ രീതിയിൽ നിങ്ങൾ അതിൻ്റെ ആൻസർ ബാക്കി തുടർന്ന് ചെയ്യുക. അപ്പോൾ അവിടെ ഫോർമുല അപ്ലൈ ചെയ്യാതെ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ തന്നെയാണ് അവിടെ നല്ലത്. നമ്മൾ കോണ്ടെക്സ്റ്റിനനുസരിച്ചാണ് ഏത് മെത്തേഡാണ് സ്വീകരിക്കേണ്ടതെന്ന് തീരുമാനിക്കുക. ഇനി ഇവിടെ നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ. Find two numbers with the sum 4 and product 2. Find two numbers with the sum 4. You can suppose one number x, then the other will be 4 minus x. Then അങ്ങനെ ചെയ്യാം. One number. Find two numbers with the sum 4 number. Sum 4 ആണ്. And so if one number is x, the other will be 4 minus x. And the product is 2. Therefore, x into 4 minus x is equal to 2. You will get a second degree equation. നിങ്ങൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡിൽ ആൻസർ ചെയ്യുക. അതായത് ഒന്നുകിൽ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഫോർമുല, ഏത് രീതിയിൽ ചെയ്താലും പ്രശ്നമില്ല. നൗ സീ ദി തേർഡ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 99, 97, 95 മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 900? ഇത് നമ്മൾ മുമ്പ് പറഞ്ഞത് തന്നെയാണ്. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഇൻട്രൊഡക്ടറി പാർട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹിയർ ഡി ഈസ് ഈക്വൽ ടു 97 മൈനസ് 99 മൈനസ് 2 ആണ്. ദെർഫോർ ഡി ബൈ 2 ഈസ് ഈക്വൽ ടു മൈനസ് 1. നിങ്ങൾ ചെയ്ത് നോക്കുക, എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കണില്ല. ഇനി അടുത്തത്, എ റോഡ് 28 സെൻറ്റിമീറ്റർ ലോങ് ഈസ് ടു ബി ബെൻഡ് ടു മേക്ക് എ റെക്റ്റാങ്കിൾ. Can a rectangle of diagonal 8 cm be made? എന്താ പറയുന്നത്? A road 28 cm long to be bent to make a rectangle. അപ്പോൾ 28 cm ലെങ്ത് ഉള്ള ഒരു വടി അല്ലെങ്കിൽ ഒരു കമ്പി കഷ്ണം വളച്ചിട്ട് റെക്റ്റാങ്കിൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ പെരിമീറ്റർ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പെരിമീറ്റർ 28 ആണ്. Okay, 28 cm long is to be bent to make a rectangle. Can a rectangle of diagonal 8 cm be made? ഈ ഡയഗണൽ ഇങ്ങനെ 28 cm ലെങ്ത് കൊണ്ട് വളച്ചുണ്ടാക്കിയ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ 8 cm ആവുമോ എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ആൻസർ ചെയ്യാം? 2 times ഓഫ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. പെരിമീറ്റർ ആണല്ലോ ഈ 28 എന്ന് പറയുന്നത്. അപ്പോൾ എൽ പ്ലസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 14 ആയിരിക്കണം. അപ്പോൾ ഇഫ് ലെങ്ത് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ബ്രെഡ്ത്ത് എന്തായിരിക്കണം? 14 മൈനസ് എക്സ് ആകണ്ടേ.
ഓക്കെ, ഇനി ഡയഗണൽ എന്താകണം? 8 ആകണം. അപ്പം നമുക്ക് എങ്ങനെയാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കുക? സെക്കൻഡ് ഡിഗ്രി ഇത് എക്സ് ആണെങ്കിൽ ഇത് 14 മൈനസ് എക്സ് എന്നാണ് പറയുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് 14 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 8 സ്ക്വയർ. അല്ലേ? ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കി മാറ്റാം. ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ രീതിയിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ തീർന്നു, യു വിൽ ബി ആൻ എക്സ് സ്ക്വയർ. ദാറ്റ് എക്സ് സ്ക്വയർ ആൻഡ് ദിസ് എക്സ് സ്ക്വയർ ടുഗദർ വിൽ ബി 2x സ്ക്വയർ. നിങ്ങൾക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്യാം. യു വിൽ ഗെറ്റ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡിലോ ഫോർമുല ഉപയോഗിച്ചിട്ടോ നിങ്ങൾ എക്സിൻ്റെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ, ഇഫ് യു ഗെറ്റ് നമ്പർ ഫോർ എക്സ്, എക്സിന് ഒരു വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സച്ച് എ റെക്ടാംഗിൾ ഈസ് ദർ. എക്സിന് കിട്ടുന്നില്ലെങ്കിലോ നേരത്തെ കണ്ട പോലെ ഫോർമുല ഉപയോഗിച്ചിട്ട് ആണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നെഗറ്റീവ് നമ്പർ, അവിടെ ബി സ്ക്വയർ മൈനസ് 4ac ഡിസ്ക്രിമിനൻറ്റിൻ്റെ വാല്യൂ നെഗറ്റീവായി പോകുന്നുണ്ടെങ്കിൽ ദർ എക്സിസ്റ്റ് നോ സൊല്യൂഷൻ മീൻ സച്ച് എ റെക്ടാംഗിൾ ഡസൻറ്റ് എക്സിസ്റ്റ്. ക്യാൻ എ റെക്ടാംഗിൾ ഓഫ് ഡയഗണൽ 10 cm ബി മെയ്ഡ്? അപ്പോൾ അതേപോലെ തന്നെ ഈ എക്സ് സ്ക്വയർ പ്ലസ് 14 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 സ്ക്വയർ ആകുന്ന രീതിയിൽ എക്സിന് വാല്യൂ കിട്ടുമെന്നാണ്. ഹൗ അബൌട്ട് എ റെക്ടാംഗിൾ ഓഫ് ഡയഗണൽ 14 cm? ഡയഗണൽ 14 ആകുന്ന രീതിയിൽ ഈക്വൽ ടു 14 സ്ക്വയർ എന്ന് ആകുമ്പോൾ വാല്യൂ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ ചിലത് കിട്ടുന്നുണ്ട്, ചിലത് കിട്ടാതെ പോകുന്നുണ്ട്. അത് നിങ്ങൾ നോക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി റെക്ടാംഗിൾ ദാറ്റ് ക്യാൻ ബി മെയ്ഡ്. അപ്പോൾ ഇതിൽ ഏതോ ഒന്നിനെ ആൻസർ കിട്ടുന്നുള്ളൂ. ഓക്കെ, കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി റെക്ടാംഗിൾ ദാറ്റ് ക്യാൻ ബി മെയ്ഡ്. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന റെക്ടാംഗിളിന്റെ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ലാസ്റ്റത്തെ ഭാഗം എന്താണെന്നുള്ളത് മനസ്സിലാവും. ആൻഡ് സോ യു ക്യാൻ റൈറ്റ് ഓൾ ദീസ് പ്രോബ്ലംസ്, ദീസ് 4 പ്രോബ്ലംസ് ആസ് ഹോംവർക്ക്. യു ക്യാൻ ഐദർ അപ്ലൈ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് ഓർ സെക്കൻഡ് ഡിഗ്രി ഫോർമുല. ഏത് ചെയ്താലും പ്രശ്നമില്ല. ഏതായാലും തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ്. ഓക്കെ, താങ്ക്സ്.